തീർച്ചയായിട്ടും ശക്തമായ ഇടപെടലും നടപടികളും അമ്മ സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത് തന്നെയാണ്. അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചു, ആരോപണ വിധേയർ മാറി നിൽക്കണം, പാർവതിക്ക് മുൻപേ ഇരയാക്കപ്പെട്ടത് താനാണ്, തനിക്ക് തൊഴിൽ നിഷേധിച്ചു എന്നൊക്കെയായിരുന്നു ഇന്നലെ നടൻ പൃഥ്വിരാജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അത് മാത്രമല്ല, മാധ്യമപ്രവർത്തകരുടെ വായടപ്പിക്കുന്ന മാസ് മറുപടിയും പൃഥ്വിരാജ് നൽകുന്നുണ്ട്. ഇതിന് പിന്നാലെ വലിയ കയ്യടിയാണ് പൃഥ്വിരാജിന് ലഭിക്കുന്നത്. എന്നാൽ ഒരു വിഭാഗം ആളുകൾ പൃഥ്വിരാജിനെ വിമർശിക്കുന്നുമുണ്ട്. സ്ത്രീകൾ പൊരുതി നേടിയ വിജയത്തിന്റെ അവസാനം വന്ന മാസ് ഡയലോഗ് ഇട്ട് കയ്യടി നേടി ഹീറോ ആയെത്തിയെന്നാണ് പൊതുവെയുള്ള വിമർശനങ്ങൾ. ഒപ്പം 100 കോടി ക്ലബിലേക്ക് കയറാൻ എമ്പുരാൻ വരുന്നുണ്ട്, അതിന്റെ മുന്നൊരുക്കമാകാമെന്ന വിലയിരുത്തലുകളുമുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജ് പറഞ്ഞതിലും വ്യക്തമായി പറയാൻ പാർവതി തിരുവോത്ത് അടക്കമുള്ളവർക്ക് ഇതിനോടകം തന്നെ സാധിച്ചിട്ടുണ്ട്. പക്ഷെ പൃഥ്വി ചെയ്തതിന്റെ പോസിറ്റീവ് വശം മോഹൻലാൽ, മമ്മൂട്ടി എന്നിവരെ പോലെയുള്ള താരരാജാക്കന്മാർ വാ തുറക്കാൻ മടിക്കുന്നിടത്താണ് പൃഥ്വി ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് എന്നതാണ്. പക്ഷെ മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് അസന്നിഗ്ധമായി പറയാൻ പൃഥ്വിരാജ് തയ്യാറായില്ല എന്നതാണ് പൃഥ്വിയുടെ പ്രതികരണത്തിലെ ഇരട്ടത്താപ്പ്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് താൻ നേരിട്ട അപ്രഖ്യാപിത വിലക്കിനെപ്പറ്റി പൃഥ്വി പറയുന്നുമുണ്ട്. എന്നിട്ടും മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിന്റെ കാര്യം പൃഥ്വി ഇപ്പോൾ ഉറപ്പിച്ച് പറയുന്നില്ല. കാരണം പൃഥ്വിരാജ് ഇൻഡസ്ട്രിയിലെ വൻ മരങ്ങളുമായി സന്ധി ചെയ്ത് മുന്നോട്ട് പോകുന്നു, വളരുന്നു, ഒപ്പം ഇന്നത്തെ പൊസിഷനിൽ എത്തിയിട്ടുമുണ്ട്. ഇനി മറിച്ചൊരു സ്റ്റെപ്പ് എടുക്കുക എന്നത് പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്ന കാര്യമല്ല. ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ്: ഞാൻ നേരിടാത്ത ഒരു കാര്യം നിലനിൽക്കുന്നില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല, മറ്റൊരാൾ അത് അനുഭവിക്കുന്നുണ്ടാകാം എന്നാണ് പൃഥ്വിരാജ് പറയുന്നത്. കേസുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരായ നിരവധി താരങ്ങൾ തന്നെ കോടതിയിൽ മൊഴിമാറ്റുന്ന സാഹചര്യമുണ്ടായി. താങ്കൾ കരുതുന്ന ഒരു പവർ ഗ്രൂപ്പ് എന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു. അത്തരത്തിൽ എല്ലാവരെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പവർ അതോറിറ്റി മലയാള സിനിമയിൽ പ്രവർത്തിക്കുമെന്ന് താങ്കൾ കരുതുന്നു? അത്തരം ഒരു പവർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല. അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം. അത്തരമൊരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാകണം. പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്ട്ലി ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല. ഐ ഹോപ്പ് യു ഗെറ്റ് വാട്ട് ഐ മീൻ. രാജു, ഇപ്പോഴത്തെ ഒരു അമ്മയുടെ ഭാഗത്ത് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് വന്നു. സിദ്ദിഖ് പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവമാണ്, പക്ഷേ ഒടുവിൽ സിദ്ദിഖ് തന്നെ പടി അറിഞ്ഞേണ്ടി വന്നു. അമ്മയുടെ ഒരു സ്റ്റാൻഡ് അമ്മ തിരുത്തേണ്ടതല്ലേ ആണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും ശക്തമായ ഇടപെടലും നടപടികളും അമ്മ സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത് തന്നെയാണ്. സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മര്യാദപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ തന്നെ വേണം. കാരണം ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ, ഒരു പൊസിഷൻ ഓഫ് പവർ വീൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നേരിടാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെ വേണം തീർച്ചയായും. So how do you respond to all the allegations? Now the Me Too has been hitting the Malayalam cinema industry very hard. So how do you respond to all the allegations? Like what should be the future course of action? I've been responding to it for the last 5 minutes actually. I mean like a response in English. Oh. It's for A9. No, all of them need to be taken upon quite seriously. Absolutely. I mean, if allegations have been made, thorough investigations need to be followed up with. And if these investigations lead to the allegations being proven right, proven correct, there has to be exemplary punishments handed out. On the other hand, if the allegations are false, even then there will have to be exemplary punishments handed out on the other side of it. Either way, these allegations need to be treated with the utmost seriousness, and I truly hope that this is the beginning of a process that will clear up all the murk that there is in front of us in terms of doubts, inhibitions, how we work and everything. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സംവിധായകൻ വിനയൻ പവർ ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞിരുന്നു. തന്നെ സിനിമയിൽ നിന്നും മാറ്റി നിർത്തിയത് ഈ പവർ ഗ്രൂപ്പ് ആണെന്നാണ് വിനയൻ പറഞ്ഞത്. ഇതേ വിനയന്റെ ചില സിനിമകളിൽ അഭിനയിച്ചതിന് വിലക്ക് നേരിടേണ്ടി വന്നയാളാണ് പൃഥ്വിരാജ്. തനിക്ക് നേരിടേണ്ടി വന്ന വിലക്ക് ഈ പവർ ഗ്രൂപ്പിൽ നിന്നാണെന്ന് പൃഥ്വിരാജ് അറിഞ്ഞിരുന്നില്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ പൃഥ്വിരാജിന്റെ പ്രതികരണത്തെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും ധാരാളം പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്.
പൃഥ്വിയുടെ വാർത്താ സമ്മേളനത്തിനെയും അതിൽ പറഞ്ഞ നിലപാടുകളെയും അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനും എഴുത്തുകാരി രമ്യ സാനന്ദും വിമർശിച്ചപ്പോൾ ബഷീർ വള്ളിക്കുന്ന്, മുരളി തുമ്മാരുകുടി എന്നിവർ പൃഥ്വിയെ അനുകൂലിച്ചുകൊണ്ടെത്തി. അമ്മയിൽ നിന്ന് അതിജീവിതയെ ഒറ്റപ്പെടുത്തിയപ്പോൾ പൃഥ്വി മിണ്ടിയില്ല എന്നും വേട്ടക്കാർക്കൊപ്പം സിനിമയുണ്ടാക്കി കരിയർ മെച്ചപ്പെടുത്തുന്ന തിരക്കിലായിരുന്നു അദ്ദേഹമെന്നും ഹരീഷ് വാസുദേവൻ പറയുന്നു. ഈ വിഷയം പുറത്തു വന്നതിന് ശേഷം ഏറ്റവും ആർജവത്തോടെയുള്ള പ്രതികരണമാണ് പൃഥ്വിരാജിന്റേതെന്നും നമ്മുടെ യുവത്വത്തിലും സിനിമയുടെ ഭാവിയിലും തീർച്ചയായും പ്രതീക്ഷയുണ്ടെന്നുമാണ് മുരളി തുമ്മാരുകുടി പറഞ്ഞത്. ഹരീഷ് വാസുദേവന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: പൃഥ്വിരാജിനെ ഈ ഓൾ എപ്പിസോഡിൽ അതിനു മുൻപ് ഡയലോഗുമായി കാണുന്നത് ദിലീപിനെ പുറത്താക്കുമോ ഇല്ലയോ എന്ന AMMയുടെ മീറ്റിംഗിന് വെളിയിലാണ്. ഞങ്ങൾ അകത്ത് ചിലത് പറഞ്ഞിട്ടുണ്ട്, അത് നടന്നിട്ടില്ല എങ്കിൽ കാണാമെന്ന മട്ടിൽ. അത് കഴിഞ്ഞ് അതിജീവിതയുടെ കേസ് വന്നു, അത് അട്ടിമറിക്കാൻ ശ്രമവും ഉണ്ടായി. AMMയിൽ നിന്ന് അവർക്ക് കടുത്ത ഒറ്റപ്പെടലുണ്ടായി. ഉറ്റ സുഹൃത്ത് എന്ന് അവകാശപ്പെട്ട പൃഥ്വിരാജ് അപ്പോൾ ഒരു അക്ഷരം വേണ്ടിയില്ല. അങ്ങേര് ഇതിലെ വേട്ടക്കാർക്കൊപ്പം സിനിമയുണ്ടാക്കി കരിയർ മെച്ചപ്പെടുത്തുന്ന തിരക്കിലായിരുന്നു. ദിലീപിന്റെ അഭാവം ഏറ്റവും ഗുണമുണ്ടാക്കിയ ആൾ പൃഥ്വിരാജ് ആണല്ലോ. ഈ ആളുകൾ എല്ലാം കേസിൽ മൊഴി മാറ്റി കൂറുമാറി. ഉറ്റ സുഹൃത്തിന്റെ കേസിന് എന്ത് സംഭവിക്കുന്നു എന്ന് പോലും പൃഥ്വിരാജിന് അറിയില്ല. ഇന്ന് വൈകിട്ട് വരെ AMMയിലെ ആളുകൾ കൂറുമാറിയത് പൃഥ്വിരാജ് അറിഞ്ഞിട്ട് പോലുമില്ല. സ്ത്രീകൾ പൊരുതി നേടിയ വിജയത്തിന്റെ അവസാനം വന്ന് മാസ് ഡയലോഗ് ഇട്ട് കയ്യടി നേടാൻ ഹീറോ ആയെത്തി. പഴയ സിനിമയിലൊക്കെ അടി കഴിഞ്ഞ് പ്രതികളെ ജീപ്പിലിടാൻ പോലീസ് വരുന്നത് പോലെ. സത്യത്തിൽ ഈ അഭിനയം ആടുജീവിതത്തിലെ നജീബിനേക്കാൾ ഒറിജിനാലിറ്റിയുള്ള അഭിനയമാണ്. ഡയലോഗ് ഡെലിവറി സാമൂഹികമായി ഗുണമുള്ളത് കൊണ്ട് ഞാനും ആത്മാർത്ഥമായി കൈയടിക്കുന്നു. ഈ മാറ്റം കൊണ്ടുവന്നത് മലയാള സിനിമയല്ല, കുറച്ച് പെണ്ണുങ്ങൾ മാത്രമാണ്. അതും അവരുടെ കരിയർ നശിപ്പിച്ചുകൊണ്ട്. പ്രതികരിച്ച എല്ലാവർക്കും നഷ്ടമുണ്ടായി. മിണ്ടാതിരുന്ന് കോംപ്രമൈസ് ചെയ്തവർക്ക് ഗുണവും. ഇരുകൂട്ടർക്കും ഒരുപോലെയല്ല റോൾ. വാലറ്റമായി 100 കോടി ക്ലബിലേക്കുള്ള എമ്പുരാന്റെ റിലീസ് വരുന്നുണ്ട്. മുന്നൊരുക്കങ്ങൾ വേണമെന്നും ഹരീഷ് വാസുദേവൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. ബഷീർ വള്ളിക്കുന്നിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ഞാൻ ഇതിലില്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെ ഉത്തരവാദിത്വം. ഇന്നത്തെ പ്രൈം ടൈമിന്റെ ഹെഡ്ലൈൻ കണ്ടെത്തുന്നതിൽ തീരുന്നില്ല നിങ്ങളുടെ ഉത്തരവാദിത്വവും. കൃത്യമായ അന്വേഷണം നടക്കണം, നടപടികൾ ഉണ്ടാകണം. ആരോപണ വിധേയരുടെ പേരുകളല്ല, ഇരകളുടെ പേര് മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. എല്ലാ സംഘടനകളുടെ തലപ്പത്തും വനിതകളുടെ പ്രാതിനിധ്യം വേണം. അമ്മയ്ക്ക് മാത്രമായി അതിൽ നിന്നൊരു എക്സ്ക്ലൂസിവിറ്റിയും ഇല്ല. എനിക്ക് ബാധിച്ചിട്ടില്ല എന്ന കാരണത്താൽ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അത്തരമൊരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാകണം. ഒരു പൊസിഷൻ ഓഫ് പവർ ഉള്ള സമയത്ത് ആരോപണങ്ങൾ ഉയർന്നാൽ ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടുകയാണ് വേണ്ടത്. അധികാര സ്ഥാനത്ത് തുടർന്നുകൊണ്ട് അന്വേഷണം നേരിടുന്നതിൽ അനൗചിത്യമുണ്ട് എന്ന പൃഥ്വിയുടെ വാക്കുകളെ കോട്ട് ചെയ്തുകൊണ്ട് ഡിപ്ലോമസി ഇല്ല, ഉരുണ്ടുകളിയില്ല, കൃത്യമായ നിലപാടെന്നാണ് ബഷീർ വള്ളിക്കുന്ന് കുറിച്ചിട്ടുള്ളത്. ക്ലാരിറ്റിയുള്ള സമീപനങ്ങൾ, അറ്റ്ലീസ്റ്റ് ആർജവുമുള്ള ഒരു പ്രതികരണമെങ്കിലും ഒരു നായക താരത്തിൽ നിന്നുണ്ടായി. അത്രയും ആശ്വാസം എന്ന് പറഞ്ഞാണ് ബഷീർ തന്റെ പോസ്റ്റ് അവസാനിപ്പിച്ചത്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ചലച്ചിത്ര മേഖലയിലെ ലൈംഗിക ആരോപണങ്ങൾ വെളിപ്പെടുത്തിയ നടികൾ ഉൾപ്പെടെയുള്ളവർ എത്തിയതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് താരസംഘടന AMMയും AMMയുടെ നേതൃത്വവും. AMMA ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ ഉയർന്ന ആരോപണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ പദവി രാജിവെക്കേണ്ടി വന്നതായിരുന്നു ആദ്യ നടപടി. പിന്നീട് AMMA എക്സിക്യൂട്ടീവ് യോഗം ഇന്നലെ ചേരുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അത് ഇന്നത്തേക്ക് മാറ്റിവെച്ചു. എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഇന്നും യോഗം നടക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതലയുള്ള ബാബുരാജിന്റെ അധ്യക്ഷതയിൽ യോഗം ചേരാനായിരുന്നു തീരുമാനിച്ചത്. സിദ്ദിഖ് ഒഴിഞ്ഞ പദവിയിലേക്ക് എത്തേണ്ടിയിരുന്ന ബാബുരാജിനെതിരെയും ഇന്നലെ ലൈംഗിക ആരോപണം ഉയർന്നു. ഇതും അനിശ്ചിതത്വത്തിന് ആക്കം കൂട്ടിയെന്ന് വേണം കരുതാൻ. ഇന്ന് ചേരാനിരുന്ന യോഗം പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരുടെ അസൗകര്യം കണക്കിലെടുത്ത് മാറ്റിവെച്ചു എന്നും റിപ്പോർട്ടുകളുണ്ട്. ഉടൻ യോഗം ചേരുമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിനെപ്പറ്റി കൃത്യമായ ഒരു തീയതി പറയാൻ ഇതുവരെയും നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. അതേസമയം പൃഥ്വിരാജ്, ജഗദീഷ് ഉൾപ്പെടെയുള്ള നടന്മാർ കൃത്യമായ നിലപാട് വിശദീകരിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയതും AMMയ്ക്കുള്ളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചിലരെങ്കിലും AMMയ്ക്ക് നേരെ തിരിഞ്ഞിട്ടുണ്ടോ എന്ന സംശയം നേതൃനിരയിലുള്ളവർക്ക് ഇപ്പോഴുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.